ഞാവൽപ്പഴം കിലോ 100 രൂപ. നമ്മളിപ്പോ ഉള്ളത് തമിഴ്നാട് എച്ചിമട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാനും മൂസാക്കിയും കൂടി ഹൈദരാബാദ് പോകുന്ന വഴിയിലാണ്. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങൾ കാണാം. നമ്മൾ ഇന്നൊരു പുതിയ ആളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ജാഫർക്ക് നമ്മുടെ ദോസ്താണ്. യാത്രയിൽ നിന്ന് ജാഫർക്ക് ഉണ്ട്. ബാക്കി കാര്യങ്ങൾ വിശേഷങ്ങൾ എങ്ങനെയാ റേറ്റ്? പക്ഷെ ജാഫർക്ക് ഉണ്ടാവില്ല, ഇപ്പൊ കേരള ഇവിടുത്തെ പുതിയ കയറിയാണ്. നമുക്ക് ഹൈദരാബാദ് വരെ വരാനുള്ള ആളേന്. പക്ഷെ ചെറിയ അത്യാവശ്യം റിട്ടേൺ പോകും. നമ്മളിതിന്റെ റേറ്റ് ഒക്കെ ചോദിക്കാണ്. പിന്നെ ഇതിന്റെ തന്നെ വില എന്താ? ഇത് ദുരിയാണ് കിലോക്ക് 500. കുற்றாலத்துல മാത്രം தான் കിട്ടും. കുற்றாலம் പിന്നെ പറളിയാറ്. ஆமா, நமக்கு குற்றாலத்துல இருந்து வருது. இது ஈச்சம்பழம், பேரிச்சம்பழம். ഇത് കിലോ ഈത്തപ്പഴം. ഇത് കിലോക്ക് 200. പിന്നെ മാംഗോസ്റ്റീന് കിലോക്ക് 300. പിന്നെ റംബുട്ടാണ് നാടൻ കായ്, അത് കിലോക്ക് 400. പിന്നെ ഇപ്പൊ സീസൺ സ്റ്റാർട്ട് ആകുന്നതിനാல அந்த விலை. ஆமா, இன்னொரு 20 ദിവസം ആണാ കിലോ 200 അങ്ങനെ. ஆமா, ഞാവല് കിലോക്ക് 100, അത് നാടൻ കായ്. പിന്നെ ഹൈബ്രിഡ് നാവല് കിലോ 200. ഇത് എവിടുന്ന് വരുന്ന? ഇത് ആന്ധ്രാണ്. ആന്ധ്ര ഹൈബ്രിഡ്. അത് നാടൻ വന്ന് ചേലം. അപ്പൊ ഇത് ഇവിടെ തന്നെ തമിഴ്നാട്ടിലുണ്ട്. തമിഴ്നാട്ടിലുണ്ട്. ഇപ്പൊ സീസണാ? ഇപ്പൊ സീസൺ. സമതവേ, ഇത് നമ്മളെ നാട്ടിൽ വരുന്ന സാധനമാണ്. ഇതല്ലേ വരുന്നത് ഹൈബ്രിഡ്? ഇത് വരുന്നത് 260 രൂപക്കാണ് വിൽക്കുന്നത് റോഡ് സൈഡിൽ നമ്മളോടൊപ്പം നല്ല കാണുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോ നമുക്ക് ഇത് 200 രൂപയാണ്. ഇത് നമ്മളെ നാട്ടിൽ വരുന്നില്ല ഈ സാധനം. ഇത് ആന്ധ്രയിൽ വരുന്നത്. അപ്പൊ നമ്മളിപ്പോ പോണ ആന്ധ്രയ്ക്കാണ്. അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ ഇതിനേക്കാൾ വില കുറയും. 1 കിലോ എടുക്കണേ ജാഫർ ഭായി? 100 രൂപ. ഹൈദരാബാദിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ടുള്ളൂ. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ഹൈദരാബാദ് ഭാഗത്ത് നല്ല ഷെയർ ചെയ്യാൻ ശ്രമിക്കണ്ടേ. പ്രത്യേകിച്ച് നമ്മൾ ഹൈദരാബാദ് പോയിട്ട് ഹൈദരാബാദ് ബിരിയാണി നമുക്കൊരു മേക്കിംഗ് എടുക്കാനും പറ്റുമെന്ന് നോക്കണം. പിന്നെ അതുപോലത്തെ റാവുത്തർ ബിരിയാണി ഈ ഏരിയ എന്ന് കഴിക്കും വേണ്ട. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളായിട്ട് വരും ദിവസങ്ങളിൽ കാണാം. കഴിച്ചു നോക്കി നിങ്ങള്? ഞാൻ കഴിച്ചു. ഏണ്ട് മുസാ കഴിക്ക്. അല്ല, നമ്മളിപ്പോ ഹൈദരാബാദ് എത്തുമ്പോ ഇത് ആന്ധ്രയിൽ ഉണ്ടാവുന്നല്ലേ പറഞ്ഞത്. അപ്പൊ ചിലപ്പോ അവിടെ നോക്കാം, ചിലപ്പോ വില കുറഞ്ഞിട്ടും. അവിടെ വില ട്രാൻസ്പോർട്ടേഷൻ കുറയും. അതല്ല, ഇത് നമുക്ക് പെരേക്ക് എത്തുമ്പോ ഇരിക്കുവോ, ഇല്ലാണ്ട് കുറച്ച് കൂടുതൽ വാങ്ങാന്ന്. പോവാ.